KSRTCയിലെ ഓർഡിനറി ബസ്സിലാണ് യാത്ര സൗജന്യമായി അനുവദിച്ചിട്ടുള്ളത്. ടിക്കറ്റ് നൽകുന്നുണ്ട്. ആ ടിക്കറ്റ് നൽകിയാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ എത്ര പേര് യാത്ര ചെയ്തു. അതിനാണ് ടിക്കറ്റ് ഫ്രീ ആണ്. അത് മാത്രമല്ല KSRTCയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിരവധി പരിപാടികളെപ്പറ്റി ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പോലെ KSRTC നഷ്ടത്തിലാണ്. KSRTCക്ക് പുതിയ ബസ്സുകളില്ല. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ചില കർമ്മ പദ്ധതികൾ കൂടി ഗവൺമെന്റ് രൂപം നൽകുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് KSRTCക്ക് പണം നൽകിയാണ് ഇപ്പോൾ ഈ സൗജന്യ യാത്ര ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, പെട്രോളിനും ഡീസലിനും ഒക്കെ അടിക്കടി വില കൂടുന്ന കാലമാണ്. സ്പെയർ പാർട്ടുകളുടെ വില കൂടുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ KSRTCയുടെ മാസം തോറുമുള്ള ശമ്പളം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പൊതുമേഖലാ സ്ഥാപനം നേരിടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ KSRTCയെ രക്ഷിക്കാൻ ഉതകുന്ന വരുമാന വർധനവ് ഒരു ഭാഗത്ത് നടക്കും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അവകാശമാണ്. സമൂഹത്തിൽ യാത്ര ചെയ്യാൻ പണ്ടൊക്കെ സ്ത്രീകൾ വീട്ടിലിരിക്കുകയുള്ളായിരുന്നു. അതൊക്കെ മാറി അവർ വിദ്യാഭ്യാസം ചെയ്ത് തൊഴിൽ ചെയ്ത് ഓരോ കുടുംബത്തെയും നിലനിർത്തുന്നത് ഇന്ന് എന്ന കാര്യത്തിൽ വലിയ പങ്ക് സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്താൽ അതിന്റെ ഗുണമുണ്ടാകും, ഒരു സംശയവും വേണ്ട. അത് അടുത്ത ഘട്ടം മറ്റ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കും. അതിനെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവിടെ DTO ചൂണ്ടിക്കാണിച്ച പോലെ, എന്താ പേര് DTO? ഉബൈദ് ചൂണ്ടിക്കാണിച്ച പോലെ ഗവൺമെന്റിന്റെ ഒരു വലിയ പരിപാടിയാണിത്. ഈ പരിപാടി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ട്രാൻസ്പോർട്ട് മന്ത്രി CP ജോണും മുഖ്യമന്ത്രിയും ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാനിവിടെ തൃശ്ശൂരുള്ളതുകൊണ്ട് തൃശ്ശൂരിൽ ഈ പരിപാടി പങ്കെടുക്കാമെന്ന് MLAയോട് ഞാൻ സംസാരിച്ചതാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വനിതാ കൌൺസിലേഴ്സ് എല്ലാം ഉണ്ട്, വനിതാ നേതാക്കന്മാരുണ്ട്, വനിതാ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഈ ബസ്സിൽ നിന്ന് സൗജന്യമായി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കൂടി അവരോടൊപ്പം തേക്കിൻകാട് മൈതാനം വരെ യാത്ര ചെയ്യും. ഇപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുക്കും, നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യും. അതുകൊണ്ട് എന്റെ കൂടെ കയറുന്ന പുരുഷന്മാരെല്ലാം ടിക്കറ്റ് എടുക്കും. വനിത അത് നിർബന്ധമാണ്. ആരെയും ഇടിച്ചു കയറുകയാണെങ്കിൽ ഇവിടെ പൈസ വാങ്ങിക്കും. ഏതായാലും നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീ ശക്തിക്കുള്ള ഒരു അംഗീകാരമാണ് UDF ഗവൺമെന്റ് നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.